എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ജപ്പാനിലെ ഒസാക്ക നഗരത്തിനുള്ള അടുത്തുള്ള ക്യോട്ടോ എന്ന സ്ഥലത്താണ്. ക്യോട്ടോയിലെ പ്രധാന ആകർഷണം കിയോമിസു ഡെറ ക്ഷേത്രമാണ്. നമ്മളിപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ്. പ്രധാന പ്രവേശന കവാടം കഴിഞ്ഞ് പടികൾ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ കാണുന്നത് കുങ്കുമവർണ്ണത്തിലുള്ള കുറേ ക്ഷേത്ര സമുച്ചയങ്ങളാണ്. 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലുമായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ഡ്രാഗണും പരിപാവനമായ വെള്ളത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതിമയുമാണ്. ഈ വ്യാളി മുഖങ്ങൾ സ്ഥിരമായി എല്ലാ ക്ഷേത്രങ്ങളിലും ജപ്പാനിൽ കണ്ടുവരുന്നു. കിയോമിസു ഡെറ എന്ന ജപ്പാൻ വാക്കിൻ്റെ മലയാള അർത്ഥം ശുദ്ധമായിട്ടുള്ള വെള്ളം എന്നാണ്. ഇതിൽ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. ഇത് 7-ാം നൂറ്റാണ്ടിൽ പണി ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്ര സമുച്ചയം പൂർണ്ണമായും യുനെസ്കോൻ്റെ കീഴിലാണ്. യുനെസ്കോ ഇപ്പോൾ ഇത് വേൾഡ് ഹെറിറ്റേജ് സെൻ്ററായി മാറ്റിയിരിക്കുന്നു. ജപ്പാനിലെവിടെയും ക്ഷേത്രങ്ങൾക്ക് ചുവന്ന നിറമാണ് ഉള്ളത്. ചുവപ്പ് നിറം ബാഡ് ഈവിൾസിനെ അകറ്റും എന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. ഈ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം തന്നെ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിലെ പ്രധാന പ്രതിഷ്ഠ ബുദ്ധനാണ്. പ്രധാന ഹാളിൽ 11 മുഖങ്ങളും 1000 കൈയുമുള്ള കാരുണ്യത്തിൻ്റെ ദേവനായ കാനൻ ആണ് പ്രധാന പ്രതിഷ്ഠ. ഈ ക്ഷേത്രം ഉണ്ടായതിനു പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. ഏകദേശം 1200 വർഷം മുമ്പ് ഹോസോ എന്ന ബുദ്ധമത സന്യാസി സ്വപ്നത്തിൽ ഒരു അരുവി കണ്ടു. ആ അരുവിക്ക് സമീപം സ്വർണ്ണ നിറത്തിലുള്ള ഒരു നീരുറവയും അതിനടുത്തായി ഒരു ദേവതയും ഉണ്ടായിരുന്നു. പിന്നീട് ആ സ്ഥലത്തെത്തിയ സന്യാസി അവിടെ ഒരു ദേവിയുടെ രൂപം കണ്ടെത്തി. ആ ദേവിയാണ് കാനൻ. ഈ സ്ഥലം മുഴുവൻ കാടായത് കാരണം കൊണ്ട് കാനനം എന്നുള്ള വാക്കിനും ഇതിന് വല്ല അർത്ഥവുമുണ്ടോ എന്നറിയില്ല. ഈ ക്ഷേത്രത്തിന് പുറകുവശത്തായി ഒട്ടാവ എന്നൊരു വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നു. ക്യോട്ടോയിലെ ഹിഗാഷിയാമ മലനിരകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഹോസോ വിഭാഗത്തിൽപ്പെട്ട എൻജിൻ ഷോനിൻ എന്ന ബുദ്ധസന്യാസിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം തൂണുകളിൽ താങ്ങി നിർത്തുന്ന വലിയ തടി കൊണ്ടുള്ള പ്രധാന ഹാളാണ്. ഈ ഹാളിൻ്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ ക്യോട്ടോ നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യം കാണാം. ക്ഷേത്രത്തിൽ നിന്നും താഴേക്ക് 3 നിരകളായി ഒട്ടാവ വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിന് രോഗശാന്തി നൽകാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. പ്രധാന ക്ഷേത്രത്തിന് സമീപത്തായി ജിഷു ദേവാലയവുമുണ്ട്. പ്രണയത്തിനും വിവാഹത്തിനും പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ 2 കല്ലുകളുണ്ട്. ഈ 2 കല്ലുകൾക്കിടയിലൂടെ കണ്ണുകൾ അടച്ച് നടന്നാൽ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കാം എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാർ ഹോസോ വിഭാഗത്തിൽപ്പെട്ട ബുദ്ധ സന്യാസിമാരാണ്. നോക്കൂ, ഇതിൻ്റെ മേൽക്കൂരയും മറ്റും എന്ത് ഭംഗിയുള്ളതാണ്. ഇതാണ് ബുദ്ധൻ്റെ പ്രതിഷ്ഠ. ഈ ബുദ്ധൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ ബുദ്ധ സന്യാസിമാർ പ്രാർത്ഥിക്കുന്നത് കണ്ടു. തടികളിൽ തീർത്ത ക്ഷേത്രമാണെങ്കിലും ഇതിനെല്ലാം ചുവപ്പ് നിറം കൊടുത്തിരിക്കുന്നു.
മരം കൊണ്ട് തീർത്ത ഈ ക്ഷേത്രത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കിയാൽ കിയോട്ടോ നഗരം മുഴുവൻ കാണാൻ പറ്റും. ഇതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ താഴേക്ക് നടന്നിറങ്ങി. ഒരു വനത്തിൻ്റെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം. അനവധി വനദേവതമാരുടെ പ്രതിഷ്ഠകളും ഞങ്ങളിവിടെ കണ്ടു. ഇതെല്ലാം കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ പാമ്പുംകാവുമാതിരിയുള്ള സങ്കല്പമായിരിക്കണം ഇത് എന്ന് തോന്നുന്നു. ഇതിനിടയിൽ ചെറി ബ്ലോസം വിടർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതാണ് ഒട്ടാവ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള പരിപാവനമായ തീർത്ഥം. ഇത് ജനങ്ങൾ സേവിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് തൃപ്തിയടഞ്ഞ് ഞങ്ങൾ ചോട്ടിലേക്ക് നടന്നു. ഇതാണ് ആ അമ്പലത്തിൻ്റെ അടിഭാഗം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബെൽ ബട്ടൺ അമർത്തൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.